ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിക്കാനിരിക്കുകയാണ്. ഇനി ഏതാനും മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന മാച്ച് ഡേയിലേക്ക്, ഗ്രൂപ്പ് ഘട്ടത്തിലെ മാച്ച് ഡേയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരങ്ങൾക്കായി ലിയോണൽ മെസ്സിയുടെ അർജന്റീനയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. മെസ്സി മാജിക്കിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ട് ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. ജോർദാനെ കൂടി അടിച്ചിട്ട് ഗ്രൂപ്പ് റൗണ്ടിൽ സമ്പൂർണ്ണ ജയമാണ് ആൽബി സെലസ്റ്റുകളുടെ ലക്ഷ്യം. റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചതിനാൽ ഇതുവരെ പ്ലേയിങ് ടൈം കിട്ടാത്തവർക്കെല്ലാം പയറ്റി തെളിയാൻ അവസരമൊരുക്കും കോച്ച് ലിയോണൽ സ്കലോണി. ഇന്ത്യൻ സമയം നാളെ രാവിലെ 7:30-ക്കാണ് ആ മത്സരം. ഇപ്പോൾ അർജന്റീനയുടെ ആ മാച്ച് കാത്തിരിക്കുന്ന ആരാധകർക്കായി അർജന്റീന കഴിഞ്ഞ 2 മത്സരത്തിൽ എന്തായിരുന്നു അർജന്റീനയുടെ പ്രകടനം എന്നൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. ആ കണക്കുകളിലേക്ക് നമുക്ക് പോകാം. അർജന്റീന ഇതുവരെ 2 മത്സരങ്ങളിലാണ് കളിച്ചത്. ആദ്യം അൾജീരിയക്കെതിരെയും പിന്നെ ഓസ്ട്രേലിയക്കെതിരെയാണ്. 2 മത്സരങ്ങളിൽ 5 ഗോൾസ് അടിച്ചു. ഒറ്റ ഗോൾ പോലും വഴങ്ങിയിട്ടില്ല. എല്ലാവർക്കും അറിയാം, ആ 5 ഗോളും അടിച്ചത് മറ്റാരുമല്ല, നായകൻ ലിയോണൽ മെസ്സി തന്നെയാണ്. കരുത്ത് അത് മറ്റൊന്നുമല്ല, ലിയോണൽ മെസ്സി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തിനു പേടിക്കണം എന്നുള്ളതാണ് ആ ടീമിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ലിയോണൽ മെസ്സി ആദ്യ മത്സരത്തിൽ ഹാട്രിക് അടിച്ചു, 2ാം മത്സരത്തിൽ 2 ഗോൾ അടിച്ചു. മെസ്സി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട എന്ന തരത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് തന്നെയാണോ ടീമിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ടും പലരും കരുതുന്നത്? മെസ്സിയെ വല്ലാതെ ആശ്രയിക്കുന്നു. പണ്ടത്തെ പോലെ വീണ്ടും അർജന്റീന പഴയപടിയായി. കഴിഞ്ഞ ലോകകപ്പിലൊക്കെ തന്നെ അർജന്റീന മാറിയതാണ്. മെസ്സിയില്ലേലും നമ്മൾ ഓക്കെയാണ് എന്ന തരത്തിൽ മാറിയ അങ്ങനെ ഒരു ടീമിനെ ആക്കിക്കൊണ്ടുവന്ന ലിയോണൽ സ്കലോണി. പക്ഷേ ഇത്തവണ വീണ്ടും കാര്യങ്ങൾ മെസ്സിയുടെ ആ ബൂട്ടുകളിലും മെസ്സിയിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് ജോർദാനെ കുറിച്ച് അറിയാനാണ്. ജോർദാൻ ഇതാണ്, 2 മത്സരം കളിച്ചു, 2ലും തോറ്റു. 2 ഗോൾസാണ് അടിക്കാൻ പറ്റിയത്, വഴങ്ങിയത് 5 ഗോൾസ്. അപ്പോൾ അവർ പുറത്തായി കഴിഞ്ഞു. ഇനി ജോർദാൻ എന്താണ് ഈ ലോകകപ്പിൽ പോകുന്ന പോക്കിൽ അർജന്റീനയ്ക്ക് ഒരു കൊട്ടുകൊടുത്ത് പോകാൻ സാധിക്കുമോ എന്ന് മാത്രമാണ് നമുക്ക് നോക്കേണ്ടതുള്ളത്. ഇനി നമ്മൾ പോകുന്നത് അർജന്റീനയുടെ ഈ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ അർജന്റീൻ ടീം എങ്ങനെയായിരിക്കും എന്നാണ് അറിയേണ്ടത്. കാരണം പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. നായകൻ ലിയോണൽ മെസ്സിക്ക് അടക്കം വിശ്രമം നൽകിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ അർജന്റീനയുടെ ആ 11 എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാന താരങ്ങൾക്ക് വിശ്രമം കൊടുക്കുമ്പോൾ കോച്ച് ലിയോണൽ സ്കലോണി ആരൊക്കെയായിരിക്കും കൂടെ കൂട്ടുക, ആദ്യ ലെവലിൽ ആരെയൊക്കെ ഇറക്കി വിടും എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഗോൾ മുഖത്ത് മാറ്റങ്ങളൊന്നുമില്ല. ആ ഏറ്റവും വിശ്വസ്തനെ തന്നെ കാര്യങ്ങൾ വീണ്ടും ഏൽപ്പിക്കുന്നു. ഡിബു മാർട്ടിനസ്, എമിലിയാനോ മാർട്ടിനസ്, ഡിബു എന്നൊക്കെ തന്നെ വിളിക്കുന്ന ആരാധകരുടെ പ്രിയപ്പെട്ട ഗോൾ കീപ്പർ അദ്ദേഹം തന്നെയാണ് ഗോൾ വല കാക്കാനുണ്ടാവുക. ഇനി തൊട്ടു മുന്നിലായി ഡിഫൻസിൽ കംപ്ലീറ്റ് ഒരു മാറ്റം കൊണ്ടുവരികയാണ്. കഴിഞ്ഞ മത്സരങ്ങളത്തെ അപേക്ഷിച്ച് ഗോൺസാലോ മൊണ്ടേൽ വീണ്ടും തിരിച്ചെത്തുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഈ റൈറ്റ് ബാക്ക് പൊസിഷനിൽ മൊളീനയായിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറി മൊണ്ടേൽ വരുന്നു. സെന്റർ ബാക്സിലും 2 പേർക്കും മാറ്റമുണ്ട്. നിക്കോളാസ് ഓട്ടമെന്റി കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായിട്ടാണ് ഇറങ്ങിയത്. നിക്കോളാസ് ഓട്ടമെന്റി തന്നെ വരുന്നു. അദ്ദേഹത്തിന് ഇത്തവണ മെസ്സി ആദ്യ ലെവലിൽ ഇല്ലാത്തതിനാൽ ക്യാപ്റ്റന്റെ അധിക ചുമതല കൂടി ഒട്ടാമെന്റിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മാർക്കോ സെനേസി ആരാധകർ കാത്തിരുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന് ലോകകപ്പ് ടീമിനെ ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ ടീമിൽ ഇടമുണ്ടായിരുന്നില്ല. അങ്ങനെ സെനേസിക്ക് വളരെ വൈകാരികമായി അദ്ദേഹം തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ മറ്റൊരു താരത്തിന് പരിക്കേറ്റ് അദ്ദേഹം ടീമിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ വൈകാരികമായ ആ പ്രകടനമൊക്കെ തന്നെ നമ്മൾ എങ്ങനെയാണ് ടീമിലേക്കുള്ള വിളിയെ അദ്ദേഹവും പാർട്ട്ണറും എടുത്തത് എന്നൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ ടാഗ്ലിയാഫിക്കോ വരികയാണ്. ഒരുപക്ഷെ ഈ ലോകകപ്പിന്റെ തുടക്കത്തിൽ നമ്മൾ കരുതിയിരുന്നത് ടാഗ്ലിയാഫിക്കോ ആയിരിക്കും ടീമിന്റെ സ്ഥിരം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഫക്കുണ്ടോ മെഡീനയെ അവിടെ പരീക്ഷിച്ചതും. ക്ലബ്ബ് തലത്തിൽ സെൻറ്റർ ബാക്കായി കളിക്കുന്ന താരം, പക്ഷേ ലെഫ്റ്റ് ബാക്കിൽ വന്നപ്പോഴും ഉഗ്രൻ പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇനി മിഡ്ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ മിഡ്ഫീൽഡിലും കംപ്ലീറ്റ്ലി ഒരു പൊളിച്ചെഴുത്തും നടത്തുന്നുണ്ട്. സിമിയോണിയും പരഡേസും ഒപ്പം തന്നെ പലാസിയോസും ലോ സെൽസോയും കൂടിയുണ്ട്. ഈ ഒരു 11ന്റെ പ്രത്യേകത 4-3-3 അല്ലെങ്കിൽ 4-4-2 എന്ന തരത്തിലേക്ക് മാറ്റാവുന്ന തരത്തിൽ തന്നെയാണ് കോച്ച് ലിയോണൽ സ്കലോണി പണിതു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചുള്ള ഒരു പരീക്ഷണം തന്നെയാണ് നടത്തുന്നത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് കൂടി നമുക്ക് പോവുകയാണെങ്കിൽ മുന്നേറ്റ നിരയിൽ ഇന്ന് അവിടെയും മാറ്റമുണ്ട്. പ്രധാന മാറ്റം നായകൻ ലിയോണൽ മെസ്സി ഇല്ല എന്ന് തന്നെയാണ്. ആ പരിസരത്ത് അല്ലെങ്കിൽ ആ പൊസിഷനിൽ കളിക്കാൻ നിക്കോ പാസ് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അവിടെയും ഒരു സംശയം പറയുന്നുണ്ട്. ഒരുപക്ഷെ നിക്കോ പാസിന് പകരം ലൗട്ടോറോ മാർട്ടിനസിനെ ഇറക്കിയേക്കാം എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ സെൻട്രൽ സ്ട്രൈക്കറായി ഹൂലിയൻ അൽവാരസ് വരുന്നു. കഴിഞ്ഞ 2 മത്സരത്തിലും പകരക്കാരനായിട്ടാണ് ഹൂലിയൻ അൽവാരസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൂലിയൻ അൽവാരസ് ആ പൊസിഷനിൽ സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ അല്ലെങ്കിൽ ആ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് വരുന്നു. ഇനി പുറകുവശത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് ഫ്ലാങ്കിൽ കളിക്കുന്നത് ലോ സെൽസോ ആയിരിക്കും. അദ്ദേഹം മിഡ്ഫീൽഡിലായിരിക്കും കളിക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 4-3-3 എന്ന പൊസിഷനപ്പുറം 4-4-2 എന്ന പൊസിഷനിലേക്കും കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചു കഴിഞ്ഞതാണ്.
ഇനി നമ്മൾ പോകുന്നത് റൗണ്ട് ഓഫ് 32 ഉറപ്പിക്കാനിറങ്ങുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന്റെ എതിരാളികൾ ആരായിരിക്കും എന്നുള്ളതാണ്. പോർച്ചുഗൽ ഇന്നത്തെ മത്സരത്തിൽ നേരിടുന്നത് കൊളംബിയയാണ്. 1 വീതം ജയവും സമനിലയുമായി ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ് നിലവിൽ പറങ്കിപ്പട. ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോളുമായി റൊണാൾഡോ ഫോമിൽ തിരിച്ചെത്തിയത് പോർച്ചുഗലിന്റെ കരുത്ത് കൂട്ടും. അതേസമയം 2 കളിയും ജയിച്ച നോക്കൌട്ട് ഉറപ്പിച്ച കൊളംബിയയുടെ ലക്ഷ്യം ഗ്രൂപ്പ് ചാമ്പ്യൻ പട്ടമാണ്. ഇനി നമുക്ക് പോർച്ചുഗലിന്റെയും കൊളംബിയയുടെയും സ്റ്റാറ്റ്സ് അതൊന്ന് പരിശോധിക്കാം. എന്താണ് പോർച്ചുഗലും കൊളംബിയയും അവരുടെ ആദ്യ 2 മത്സരങ്ങൾ കാണിച്ചു എന്നുള്ളത് തന്നെയാണ്. ആദ്യം നമ്മൾ പോർച്ചുഗലിലേക്കാണ് പോകുന്നത്. പോർച്ചുഗൽ 2 മത്സരങ്ങളിൽ 1 ജയവും 1 സമനിലയുമാണുള്ളത്. അടിച്ചത് 6 ഗോൾസാണ്, വഴങ്ങിയത് 1 ഗോളും. ഇതാണ് പോർച്ചുഗലിന്റെ ഒരു നില എന്ന് പറയുന്നത്. കഴിഞ്ഞ മത്സരത്തിലാണ് 5-0 തകർപ്പൻ ജയം സ്വന്തമാക്കിയത്. അതിനു മുന്നേയുള്ള മത്സരത്തിൽ കോങ്കോക്കെതിരെ 1-1 ഒരു സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. 2ാം മത്സരത്തിലാണ് ഉസ്ബെക്കിസ്ഥാനെതിരെ എന്താണ് പറങ്കിപ്പടയുടെ കരുത്ത് എന്ന് നമ്മൾ കണ്ടത്. ആ ടീമിന്റെ കരുത്ത് പരിശോധിക്കാൻ അത് മറ്റൊന്നുമല്ല, റൊണാൾഡോ ഫോമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളത് തന്നെയാണ്. ഇരട്ട ഗോളുമായാണ് കഴിഞ്ഞ മത്സരത്തിൽ താരമായി മാറിയത് അവരുടെ പ്രിയപ്പെട്ട നായകൻ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ ഈ മത്സരത്തിലും റൊണാൾഡോ എന്താണ് അദ്ദേഹത്തിന്റെ കരുത്ത്, അല്ലെങ്കിൽ ഗോൾ മുഖത്ത് എത്ര കണ്ട് താൻ അപകടകാരിയാണ് എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തുമെന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് കൊളംബിയയുടെ സ്റ്റാറ്റ്സിലേക്കാണ്. കൊളംബിയ ഇതിനോടകം തന്നെ നോക്കൌട്ട് ഉറപ്പിച്ചതാണ്. കൊളംബിയ 2 മത്സരങ്ങളിൽ 2ഉം ജയിച്ചു, 4 ഗോൾസ് അടിച്ചിട്ടുണ്ട്, വഴങ്ങിയത് 1 ഗോളാണ്. ഒരു ഉഗ്രൻ ടീം തന്നെയാണ് കൊളംബിയ. ലാറ്റിൻ അമേരിക്കയിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ടീമാണ്. സമീപകാലത്ത് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ്. ലൂയിസ് ഡിയാസും ഒപ്പം തന്നെ ഹാമിഷ് റോഡ്രിഗസും അടങ്ങിയ ആ ടീം ഇത്തവണ പറങ്കിപ്പടയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തും. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ പറങ്കിപ്പടയ്ക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വരും, അല്ലെങ്കിൽ വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അതായത് ഇത്തവണ ടീമുകളുടെ എണ്ണത്തിലൊക്കെ തന്നെ വലിയ വർധനമുണ്ടായിരുന്നതാണ് ഈ ലോകകപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആകെ 48 ടീമുകളായതോടുകൂടി പ്രീ ക്വാർട്ടറിന് മുമ്പ് ഇപ്പോൾ ഒരു പുതിയ റൗണ്ടുണ്ട്, റൗണ്ട് ഓഫ് 32. അർജന്റീനയും ബ്രസീലും ഫ്രാൻസും ഒക്കെ തന്നെ അടക്കം 28 ടീമുകൾ ഇതിനോടകം തന്നെ റൗണ്ട് ഓഫ് 32ലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു. ഇനി 4 ടീമുകൾക്കാണ് അതിൽ ഇടം ബാക്കിയുള്ളത്. അപ്പോൾ ഇന്നത്തെ മത്സരങ്ങളോടുകൂടി തീരുമാനമായ നോക്കൌട്ട് പോരാട്ടങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം മത്സരം ഇതാണ്. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക കാനഡയെ നേരിടും. അത് ആ പോരാട്ടത്തോടു കൂടിയാണ് ഈ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ റൗണ്ട് ഓഫ് 32ന് തുടക്കമാവുന്നത്. ദക്ഷിണാഫ്രിക്ക ഗ്രൂപ്പ് എയിൽ നിന്നും ആതിഥേയരായ കാനഡ ഗ്രൂപ്പ് ബിയിൽ നിന്നും 2ാം സ്ഥാനക്കാരായാണ് നോക്കൌട്ടിന് യോഗ്യത നേടിയത്. ഇനി 2ാമത്തെ മത്സരം, അതാണ് ഒരുപക്ഷെ ഈ ലോകകപ്പിലെ ഏറ്റവും സർപ്രൈസിംഗ് മാച്ച്. തുടക്കത്തിലെ ഒരു കിടിലൻ കളി എന്ന് പറയേണ്ടിയിരുന്ന ഒരു മത്സരം. ബ്രസീൽ അവർക്ക് നേരിടാനുള്ളത് ചില്ലറക്കാരെയല്ല, ജപ്പാനെയാണ്. ആ മത്സരം രാത്രി 10:30 29/6/2026 ആ മത്സരമാണ്. തിങ്കളാഴ്ചയാണ് ഈ മത്സരം നടക്കുന്നത്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ഏഷ്യൻ പ്രതീക്ഷയായ ജപ്പാനെയാണ് നേരിടുന്നത്. തിങ്കളാഴ്ച രാത്രി 10:30 ഈ മത്സരം. ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ നിന്ന് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലേക്ക് മുന്നേറിയപ്പോൾ ഗ്രൂപ്പ് എഫിലെ 2ാം സ്ഥാനക്കാരായിട്ടായിരുന്നു ജപ്പാന്റെ മുന്നേറ്റം. കഴിഞ്ഞ വർഷം സൗഹൃദ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ 3-2 ജയം സ്വന്തമാക്കിയതും ജപ്പാനെ കുറച്ചൊക്കെ മോഹിപ്പിക്കുന്നുണ്ട്. കാരണം ബ്രസീലിനെതിരെ ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിന് പിന്നിലും ഈ കഴിഞ്ഞ വർഷത്തെ വിജയമാണ്. പക്ഷേ അന്ന് ബ്രസീൽ നിരയിൽ ഇറങ്ങിയത് അവരുടെ ഒരു പതിവ് പോലെ ഒരു ബി ടീമോ അല്ലെങ്കിൽ സി ടീമോ ആണെന്നെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പുതിയ താരങ്ങൾ, അവരുടെ പ്രമുഖ താരങ്ങൾ തിരിച്ചെത്തുമ്പോൾ കളി മാറുമെന്ന് ബ്രസീലിൻ്റെ ആരാധകർക്കും ഉറച്ചു പറയാവുന്നതാണ്. ഇനി മറ്റൊരു സൂപ്പർ പോരാട്ടം കൂടിയുണ്ട്, പിന്നാലെ വരുന്നുണ്ട്. നെതർലാൻഡ്സ് മൊറോക്കോ മത്സരമാണ്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 6:30 ഈ മത്സരം നടക്കുക. നെതർലാൻഡ്സ് ഗ്രൂപ്പ് എഫ് ചാമ്പ്യന്മാരായാണ് മുന്നേറിയത്. മൊറോക്കോ ആവട്ടെ ഗ്രൂപ്പ് സിയിലെ 2ാം സ്ഥാനക്കാരായിട്ടും. ബ്രസീലിനെ സമനിലയിൽ കുരുക്കിയെത്തുന്ന കഴിഞ്ഞ ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകളായ മൊറോക്കോ നെതർലാൻഡ്സിന് കനത്ത വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഉറപ്പായും മൊറോക്കോ ആ മാർവലസ് പ്രകടനം തുറന്നാൽ നെതർലാൻഡ്സിന് ഡച്ച് പടയ്ക്ക്, ഓറഞ്ച് പടയ്ക്ക് അവർക്ക് കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി 4ാമത്തെ പോരാട്ടം, ഈ നോക്കൌട്ടിൽ ഉറപ്പായ പോരാട്ടങ്ങൾ ഇതാണ്. അമേരിക്ക ബോസ്നിയ മത്സരമാണ്. അമേരിക്ക ഈ മത്സരം അതായത് ജൂലൈ 2 ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 ഈ മത്സരം നടക്കുന്നത്. 3-2 കളിയും ജയിച്ച ഗ്രൂപ്പ് ഡിയിലെ ചാമ്പ്യന്മാരായിട്ടാണ് അമേരിക്ക നോക്കൌട്ടിലെത്തിയത്. ഗ്രൂപ്പ് ബിയിലെ 3ാം സ്ഥാനക്കാരായിരുന്നു എഡ്വിൻ സെക്കോയുടെ ബോസ്നിയ എന്നുള്ളതാണ്. ഇനി ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ നോക്കൌട്ട് എതിരാളി ആരാണ്? അത് മറ്റാരുമല്ല, കേപ്പ് വെർദെയാണ്. ലോകകപ്പിലെ അരങ്ങേറ്റക്കാരായ ഇതിനോടകം തന്നെ വലിയ വിസ്മയങ്ങൾ തീർത്ത കേപ്പ് വെർദെയാണ് എതിരാളികൾ. ജൂലൈ 4 ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 മത്സരം. അപ്പോൾ ആരാധകർ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ജൂലൈ 4 3:30 ഈ മത്സരം. അപ്പോൾ ഒന്ന് ഉറക്കം ഒഴിയേണ്ടി വരും കാര്യമായിട്ട് തന്നെ. 3:30 ആയതുകൊണ്ട് തന്നെ മത്സരം തീരുമ്പോഴേക്കൊക്കെ തന്നെ 5:30 എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ
രാവിലെ ആവുകയും ചെയ്യും. എന്തായാലും ആ മത്സരമാണ്. അർജന്റീന ഇതിനോടകം തന്നെ നോക്കൗട്ട് ഉറപ്പിച്ചത് 2 മത്സരങ്ങൾ ജയിച്ചാണ്. ഇനി ഒരു മത്സരം കൂടിയുണ്ട്. ആ മത്സരം കൂടി ജയിച്ച സമ്പൂർണ്ണ ജയത്തോടുകൂടി നോക്കൗട്ടിൽ എത്താമെന്ന പ്രതീക്ഷയാണ് മെസ്സിപ്പടയുള്ളത്. കേപ്പ് വെർദെ ആവട്ടെ ഒറ്റ ജയമില്ല, പക്ഷേ അവർ നേടിയത് 3 സമനിലയാണ്. അത് പൊന്നും വിലയുള്ള 3 സമനില കൊണ്ട് ഇതിനോടകം തന്നെ ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട് ഈ കന്നിക്കാരായിട്ടുള്ള ലോകകപ്പിലെ കന്നിക്കാരായിട്ടുള്ള കേപ്പ് വെർദെ. അടുത്ത മത്സരം അതും ഒരു കിടിലൻ പോരാട്ടം തന്നെയാണ്. ഫ്രാൻസ് സ്വീഡൻ മത്സരമാണ് വരുന്നത്. ആ മത്സരം ജൂലൈ 1 പുലർച്ചെ 2:30 ആ മത്സരം നടക്കുന്നത്. ഗ്രൂപ്പ് ഐയിലെ ചാമ്പ്യന്മാരായിരുന്നു ഫ്രാൻസ്. അപരാജിതരായിട്ടാണ് നോക്കൗട്ടിലെത്തിയത്. ഗ്രൂപ്പ് എഫിലെ 3ാം സ്ഥാനക്കാരാണ് സ്വീഡൻ. പക്ഷേ സ്വീഡനെ അങ്ങ് എഴുതി തള്ളാൻ സാധിക്കില്ല. അവരുടെ ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള അറ്റാക്കിംഗ് നിരയുള്ള ടീമുകളിലൊന്നാണ് സ്വീഡൻ. അതുകൊണ്ട് സ്വീഡനെ ഫ്രാൻസിൻ്റെ ടീമും അങ്ങനെ തന്നെ. അപ്പോൾ 2 ഡെഡ്ലി അല്ലെങ്കിൽ വളരെ ഡിസ്ട്രക്റ്റീവായ 2 അറ്റാക്കിംഗ് നിര തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി മറ്റൊരു പോരാട്ടം ജർമ്മനി പരാഗ്വേ മത്സരമാണ്. അത് ജൂൺ 30 2 മണിക്കാണ് ആ മത്സരം നടക്കുന്നത്. ഗ്രൂപ്പിൽ നിന്ന് ഗോൾ വ്യത്യാസത്തിൽ ഐവറി കോസ്റ്റിനെ മറികടന്നാണ് ജർമ്മനി ഒന്നാമതെത്തിയത്. ക്യൂറസാവയോട് നേടിയ വമ്പൻ ജയമാണ് തുണയായത് അവർക്ക് സത്യത്തിൽ. ഗ്രൂപ്പ് ഡിയിൽ നിന്ന് 3ാം സ്ഥാനക്കാരായാണ് പരാഗ്വേ നോക്കൗട്ടിലെത്തിയത്. ജൂൺ 30 ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിക്കാണ് ഈ മത്സരം നടക്കുന്നത്. ഇനി എന്താണ് ഹാലൻഡിൻ്റെ നോർവേക്ക് ആരാണ് എതിരാളിയായി വരിക എന്നുള്ളതാണ്. നോർവേക്ക് എതിരാളികൾ ഐവറി കോസ്റ്റ് ആണ്. ഗ്രൂപ്പ് ഐയിലെ 2ാം സ്ഥാനക്കാരായാണ് നോർവേയുടെ നോക്കൗട്ട് പ്രവേശം. ഗ്രൂപ്പ് ഇയിലെ 2ാം സ്ഥാനക്കാരാണ് ഐവറി കോസ്റ്റ്. ജൂൺ 30 രാത്രി 10:30 ഈ മത്സരം നടക്കുന്നത്. ഒരുപക്ഷെ ഈ മത്സരത്തിന് മുമ്പ് ഈ ഇന്ന് നടന്ന ഈ ഫ്രാൻസിനെതിരായ മത്സരത്തിൽ നിന്ന് പ്രധാന താരങ്ങളെയൊക്കെ തന്നെ പുറത്തിരുത്തിയത് സ്വീഡനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നോർവേ അങ്ങനെ ഒരു കുബുദ്ധി കാണിച്ചത് എന്ന വിമർശനമൊക്കെ തന്നെ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഐവറി കോസ്റ്റിന് കുറച്ചുകൂടി താരതമ്യേന കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ശക്തി കുറഞ്ഞ ടീമാണ്. അപ്പോൾ അവരെ അടിച്ചിടാമെന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ ഒരു തന്ത്രം കോച്ച് പയറ്റിയതെന്ന വിമർശനം കൂടി വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.